ശ്രീവിദ്യാമ്മയുടെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. കാരണം എല്ലാം എത്ര രസമായിട്ടല്ലേ ചെയ്തേക്കുന്നത്. അതിനെ നമ്മൾ ഇന്നത് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ പറ്റത്തില്ല. ബിഹൈൻഡ് ദി ക്യാമറ ചേച്ചി റെഡി സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ സാരി എടുത്തിട്ട് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് എന്തോ ചായ ഉണ്ടല്ലോ എന്ന്. ശരിയാ, ഒരു ഫെമിലിയർ ആണ്. നമുക്കൊക്കെ അതൊരു ക്ലാസ് ആണ് അവരുടെ അഭിനയവും എല്ലാം. ഇപ്പൊ വിദ്യാമ്മയുടെ ക്യാരക്ടേഴ്സിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നി? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റൂല. ശോഭയ്ക്ക് ഒത്തിരി സാരിയുടെ കളക്ഷൻ ഉണ്ട്. നമ്മൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അപ്പൊ ശോഭയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തു, ശോഭ ഏകദേശം ഇതുപോലത്തെ സാരി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്ന സാരിയാ, അല്ലാതെ പുതിയത് അവർക്ക് ഉണ്ടല്ലോ ഹാൻഡ്ലൂംസ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ശോഭയുടെ അവിടെ പോയി കളക്ട് ചെയ്തതാണ് ഇവൻ. ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഒരു നല്ല ഫൈറ്റ് കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ആൾക്കാർ അതിനകത്തും പുറത്തുനിന്നും ഒക്കെ അവരെ ചീത്ത വിളിക്കുന്നുണ്ട്. അഖിൽമാരായ സ്ത്രീകൾക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെ പലരും പറയുന്നുണ്ടാവും. അതിനൊക്കെ ചെവി എടുക്കാൻ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പണിയുള്ളവരും ഇല്ലാത്തവരൊക്കെ പലതും പറയും. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, നമ്മളിപ്പോ ഒരു സർപ്രൈസ് മേക്ക് ഓവർ കാണാൻ പോവാണ്. നമ്മുടെ തന്നെ ഫാമിലി മെമ്പർ ആയ ഒരാള് ശ്രീവിദ്യാമ്മയുടെ മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ കാണാൻ പോവാണ്. അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് പോവാൻ പോവാണ്. നമുക്ക് അത് എന്താന്ന് നോക്കാം. ഹായ് ചേച്ചി. ഹലോ. കറക്റ്റ് ശ്രീവിദ്യാമ്മയുടെ പോലെ തന്നെ ഉണ്ടല്ലോ. അത് കുറച്ച് കൂടി പോയി. അതൊന്ന് കുത്തിയേക്കോ. എന്നാലും പിടിച്ചാ മതി. ഇത് പിടിച്ചേ, ഇത് പിടിച്ച് അത് താത്തി വെച്ചു. ഇങ്ങനല്ലായിരുന്നോ? ഓക്കെ. എന്താണ് ഈ ഒരു മേക്ക് ഓവർ ചെയ്യാനുള്ള പ്രചോദനം? ഞങ്ങൾ കുറേ നാളായിട്ട്, എനിക്ക് ശ്രീവിദ്യാമ്മ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ മഞ്ജു ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എന്നെ നിതിൻ സ്റ്റൈലിസ്റ്റ് ആണ്. അബിൻ കുറേ നാളായിട്ട്, അബിനായിട്ട് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അബിനോട് പറഞ്ഞിരുന്നു നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കണം കുറേ കാലമായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, വരൂ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാ. ഇപ്പൊ എന്താണ് മെയിൻ ആയിട്ട് ഭയങ്കര ഇഷ്ടം? ശ്രീവിദ്യാമ്മ ഇത്ര ഇഷ്ടമുള്ള കാരണം എന്താ? ശ്രീവിദ്യാമ്മ ആർക്കും ഇഷ്ടമല്ലാത്ത ശ്രീവിദ്യാമ്മ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? എന്തെങ്കിലും പ്രത്യേകിച്ച് കുഞ്ഞു അല്ല, ചെറുതിലെ മുതൽ ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇൻഡസ്ട്രി വന്ന സമയത്ത് തന്നെയാണ് ഏകദേശം അമ്മ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയം മുതലേ എനിക്ക് ഭയങ്കര ചെറുതിലേ മുതലേ ഇഷ്ടമാണ്. പിന്നെ കുറേ നമ്മള് സിനിമകൾ കണ്ട് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ. അപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോ ഒരു ഇത് കിട്ടുന്നുണ്ട്. ആ ഒരു മേക്കപ്പും എല്ലാം നന്നായിട്ടുണ്ട്. ഞങ്ങൾ മറ്റേ നമ്മുടെ ആലാപനം എന്നുള്ള പാട്ടില്ല, അതിന്റെ ഒരു പോർഷനാണ് നമ്മൾ അതേപോലെ തന്നെ മാക്സിമം നമ്മൾ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിന്നത്തായവൾ, അതും ഒരു പ്രായമുള്ള ഒരു അമ്മ ഒരു ഇതുണ്ടല്ലോ, ചിന്നത്തായവളുടെ ആ പാട്ട് കുറച്ച് ഏജ് ആയിട്ടുള്ളതല്ലേ, ആ ഒരു സംഭവം ഇതും. പിന്നെ ടൈം കിട്ടിയാൽ അയല പൊരിച്ചതുണ്ട്, അയലയും കൂടെ ഞങ്ങൾ പൊരിക്കും. അതെ, എല്ലാം പൊരിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പൊ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം കഴിയാറായോ? ഫോട്ടോഷൂട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളത്. ഇതിപ്പോ നമ്മൾ ഇതിന്റെ ചുമ്മാ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവങ്ങള്. അപ്പൊ മേക്ക് ഓവർ ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പം ശ്രീവിദ്യാമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമും എന്തൊക്കെയാ മാമിന് ഏറ്റവും ഇഷ്ടം? ശ്രീവിദ്യാമ്മയുടെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. കാരണം എല്ലാം എത്ര രസമായിട്ടല്ലേ ചെയ്തേക്കുന്നത്. അതിനെ നമ്മൾ ഇന്നത് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ പറ്റത്തില്ല. എല്ലാം ഭയങ്കര മൈന്യൂട്ട് എക്സ്പ്രഷൻസും എല്ലാം അല്ല. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. അല്ല, കുറവെന്നല്ല. ശ്രീവിദ്യാമ്മ, ലളിതാമ്മ, അങ്ങനെ അതേ സംഭവം അങ്ങനെ നമ്മളവിടെ ഭയങ്കര ലൈവായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അതേപോലത്തെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇല്ലല്ലോ. നടന്മാരായാലും നടിമാരായാലും ഇല്ല. ശരിക്കും ലളിതാമ്മയുടെ ഒരു അഭാവം എങ്ങനെയാ ശരിക്കും ഫീൽ ചെയ്യുന്നത്? ലളിതാമ്മ നമുക്ക് ഒരിക്കലും ഇവരൊന്നും നമുക്ക് റീപ്ലേസ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എനിക്ക് തോന്നണില്ല കേട്ടോ. നമുക്കൊക്കെ ആഗ്രഹമാണ് അവര് ചെയ്ത പോലത്തെ കഥാപാത്രങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന്. അതല്ലാണ്ട് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല അപ്പം വേണുവങ്കിളായാലും നെടുപൊടി വേണുവങ്കിള്, തിലകൻ സാർ, അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകൾ, ഇവരൊക്കെ ഇനി റീപ്ലേസ് ചെയ്യാൻ പറയാ അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. കാരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ ചെയ്തു വെച്ച് കഴിഞ്ഞു. പിന്നെ അതൊക്കെ കണ്ട് നമുക്കൊക്കെ അതൊരു ക്ലാസ് ആണ് അവരുടെ അഭിനയവും എല്ലാം.
അപ്പൊ വിദ്യാമ്മയുടെ ക്യാരക്ടേഴ്സിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നി? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റൂല. അത്ര പോലും ആലോചിക്കാൻ അല്ല അങ്ങനെയല്ല, നമുക്ക് അമ്മ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും എനിക്ക് വണ്ണൊക്കെ ഉള്ളതുകൊണ്ടാണോ അറിയുന്നില്ല, അല്ല എവിടെ എന്തെല്ലോ ചെറിയ സാമ്യം, ഒരുപാടല്ല, ഒരു ചെറിയ സാമ്യം എവിടെ ഉണ്ടെന്ന് കുറെ കാലമായിട്ട് എല്ലാവരും പറയുന്നു. അപ്പൊ പിന്നെ എനിക്കും ഇഷ്ടമാണ്. എന്നാ പിന്നെ നമുക്കൊന്ന് ഒരു ഫോട്ടോഷൂട്ട് ചുമ്മാ ചെയ്ത് നോക്കാം, ഒരു വീഡിയോയും ചെയ്ത് നോക്കാം. അങ്ങനെയാ ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയത്. ബിഹൈൻഡ് ക്യാമറ ചേച്ചി റെഡി സെറ്റും ഉണ്ടോ അല്ലെങ്കിൽ സാരി കൊടുത്തിട്ട് പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് എന്തോ ചായ ഉണ്ടല്ലോ എന്ന്. ശരിയാ, ഒരു ഫെമിലിയർ ആണ് ഫേസും എല്ലാം. എന്തോ ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എന്തുമാത്രം ഇത് ഔട്ട് വരുമ്പോ സക്സസ് ആവും നമുക്ക് അറിയില്ല. പിന്നെ ഒരു ഇഷ്ടമാണ്, എല്ലാവരും കുറെ സംഭവം ചെയ്യണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത്രയും വലിയ ലെജൻസിന്റെ ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടാന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അപ്പൊ ഇവരെല്ലാരും കറക്റ്റായിട്ട് നമ്മുടെ കൂടെ കറക്റ്റായിട്ട് ഗ്രൂപ്പ് കിട്ടി, നല്ല ടീം കിട്ടി. ഈ കോസ്റ്റ്യൂം എല്ലാം ഇതെല്ലാം ഏകദേശം നമുക്ക് അതേപോലെ ഒപ്പിക്കണല്ലോ, ഓർണമെന്റ്സ് ആയാലും. ഏകദേശം അല്ല, നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട് ശരിക്കും, ആ ഒരു ലുക്ക്. അങ്ങനെ തന്നെ ഡൗട്ട് വരുമ്പോൾ അങ്ങനെ തന്നെ ആയാൽ മതി. കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞേ. പിന്നെ വിദ്യാമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഇപ്പം പാടി അമ്മ ചെയ്തതില്ലോ, അമ്മയുടെ സോങ് ആണ് ഇഷ്ടം, ആലാപനം തന്നെ. ഓക്കെ മാം, അപ്പൊ നമ്മുടെ ഈ ഫോട്ടോഷൂട്ടിന്റെ മെയിൻ ടീമും ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇതിപ്പോ ഫൈൻ ഷൂട്ടേഴ്സ് അബിനാണ് ഇതിന്റെ നമ്മുടെ ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റൈലിസ്റ്റ് നിതിൻ ഒത്തിരി സെലിബ്രിറ്റീസിന്റെ സ്റ്റൈലിസ്റ്റ് ആണ്. മഞ്ജു കലൂണയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. മഞ്ജുച്ചിയുടെ കൂടെ രണ്ടുപേര് അവരുടെ കൂടെ ഒരു ടീമായിട്ടാണ് അവരുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവർ റാഫി ഉണ്ടായിരുന്നു. അവൻ രാവിലെ മുതൽ അവനൊരു 100 വീണെടുക്കാൻ പോകുന്നു, വിളക്കെടുക്കാൻ പോകുന്നു, അവനെ ഇട്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാവരും നമുക്ക് അറിയാവുന്നവരും പരിചയത്തിലുള്ളവരും ഇപ്പൊ ഡ്രസ്സിന്റെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ, സാരി വേറെ ഇതേ കോമ്പിനേഷൻ എങ്ങും കിട്ടാനില്ല, ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും തപ്പി. അപ്പൊ കിട്ടാതെ വന്നിട്ട് ചുമ്മാ ശോഭയ്ക്ക് ഒത്തിരി സാരിയുടെ കളക്ഷൻ ഉണ്ട്, നമ്മൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അപ്പൊ ശോഭയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തു, ശോഭ ഏകദേശം ഇതുപോലത്തെ സാരി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്ന സാരിയാ, അല്ലാതെ പുതിയത് അവർക്ക് ഉണ്ടല്ലോ ഹാൻഡ്ലൂംസ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ശോഭയുടെ അവിടെ പോയി കളക്ട് ചെയ്തതാണ് ഇവൻ. പിന്നെ അങ്ങനെ ഓർണമെന്റ്സ് എല്ലാം ചെയ്തേക്കുന്നത് പറക്കാട്ടുന്ന് കളക്ട് ചെയ്തു. ഏകദേശം പറക്കാട്ടല്ലേ മൊത്തം, പറക്കാട്ടിന്റെയാണ് ഫുള്ള് ഓർണമെന്റ്സ് മൊത്തം. അവരുടെയിലാണ് ഈ പഴയ ടൈപ്പ് എല്ലാം അവരുടെയിലുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ നമുക്ക് ഇതുപോലത്തെ മാലയൊക്കെ നമുക്ക് അല്ലാതെ കിട്ടാൻ ഭയങ്കര കോമൺ ആയിട്ടുള്ള അങ്ങനത്തെ പാറ്റേൺസ്. അങ്ങനെ കുറെ ദിവസം, ആക്ച്വലി 2-3 ആഴ്ചയായി ഇതിന്റെ പിന്നാലെ നടക്കാൻ, ഓരോ സാധനങ്ങളും സെറ്റ് ആക്കണല്ലോ. പിന്നെ എടുത്തു പറയണല്ലോ, മേക്കപ്പ് ഇതിന്റെ പ്രധാന ഒരു സംഭവമാണ്. അത് മഞ്ജു ചേച്ചി ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം. മഞ്ജു ചേച്ചിയുടെ ഞാൻ എന്തിങ്ങനെ മേക്ക് ഓവർ വരുന്ന സമയത്ത് മഞ്ജു ചേച്ചിയെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാം. മഞ്ജു ചേച്ചി അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പറയാ, ഉള്ളതിനെ അതേപോലെ ഏകദേശം ഒപ്പിക്കാന്നുള്ള സാധനമല്ലേ. നല്ലൊരു ഭംഗിയായിട്ടുണ്ട്, ആ ഒരു വിദ്യാമ്മയുടെ ലുക്ക് കിട്ടിയിട്ടുണ്ട്. മഞ്ജു ചേച്ചി കിട്ടാൻ വേണം, മഞ്ജു ചേച്ചിയുടെ ഡേറ്റ് കാരണം ഇതുപോലെ ഇവിടെ വരെ നീണ്ടുപോയത്. പിന്നെ എബിനാണെങ്കിലും മുന്നേ തന്നെ ഞങ്ങളൊരു ഈദിന്റെ ഒരു ഷൂട്ട് ചെയ്തു. ഞങ്ങളൊരു മുറിയിലും ഒരു ടേബിളും മാത്രം വെച്ച് മറ്റേ സീരിയൽ ബൾബില്ലേ അത് വെച്ചിട്ടാണ് അതിന്റെ ഔട്ട് വന്നേക്കുന്നത്. പക്ഷെ അത് ഇൻസ്റ്റയിലുണ്ടത് ഭയങ്കര രസമാണ് അതിന്റെ ഔട്ട്. അപ്പോഴേ എബിന്റെ കുറച്ച് സാധനം കിട്ടിയാൽ മതി, അത് വെച്ചിട്ട് ബാക്കിയെല്ലാം പുള്ളി. അപ്പം ഭയങ്കര നമ്മുടെ കുറച്ച് ഇങ്ങനത്തെ ലൈറ്റ്സും കാര്യങ്ങളും അല്ലേ ഉള്ളൂ, അല്ലാതെ വലിയ മറ്റേ ലൈറ്റും പരിപാടികളും ഒന്നും ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് മുഴുവൻ കട്ട് ചെയ്ത്, കാരണം നമ്മുടെ ഒരു ആഗ്രഹത്തിന് ചെയ്യുന്നതല്ല. ചേച്ചി പിന്നെ ഇതുപോലെ കുറച്ച് ആള് പിന്നെ ചേച്ചി ജാസ്മിനെ പറ്റി ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായില്ലേ? ജാസ്മിനെ പറ്റി എന്താ ചേച്ചി പറഞ്ഞിട്ടുണ്ടായില്ലേ? ജാസ്മിനെ പറ്റി എന്താ പറഞ്ഞ, നിങ്ങളല്ലേ ചോദിച്ചത്, നിങ്ങളുടെ പിള്ളേർ തന്നെയാണല്ലോ. ഞാൻ ഏതോ വൺസ് അപ്പോൺ എ ടൈം സിനിമ കാണാൻ വേണ്ടി ജാസ്മിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത് ഒന്നുമില്ല, ഒരു നല്ല ഫൈറ്റ് കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ആൾക്കാര് അതിനകത്തും പുറത്തുനിന്നും ഒക്കെ അവരെ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നിട്ട് അവർ അതിനെ ഓവർകം ചെയ്ത് ചിരിച്ചോണ്ട് വരുന്നുണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ അഖിൽമാരാറ് ഒരു സ്ത്രീകൾക്കെതിരായിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, അഖിൽമാരാര് സ്ത്രീകൾക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെ പലരും പറയുന്നുണ്ടാവും. അതിനൊക്കെ ചെവി എടുക്കാൻ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പണിയുള്ളവരും ഇല്ലാത്തവരൊക്കെ പലതും പറയും, മൈൻഡ് ചെയ്യാണ്ടിരിക്കും. എന്ത് പറയണം, അത് അഖിൽമാരാര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അതിനകത്ത് നമ്മളൊരു അഭിപ്രായം പറയേണ്ട കാര്യമേ ഇല്ല. നമ്മളത് ചിന്തിക്കുകയോ നമ്മൾ ആലോചിക്കുകയോ ചെയ്യണല്ലോ, അവിടെ ഒന്ന് പറഞ്ഞോട്ടെ. അത് പലതും നമ്മൾ പലരെ പറ്റിയും പലതും നമ്മൾ എവിടെ നിന്നൊക്കെ കേൾക്കണം.
എന്തെല്ലാം പറയണു, അതൊന്നും സത്യമാവണമെന്നില്ലല്ലോ. ഇല്ല ശരി അതൊക്കെ നമ്മളെ ബോധർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോയാൽ മതിയല്ലോ. ഓക്കെ ശരി ബോധർ ചെയ്യണില്ല. ഓക്കെ ചേച്ചി, അപ്പം ഫോട്ടോഷൂട്ട് ഒക്കെ അടിപൊളിയായിട്ട് എന്റെ പേര് അമീഷ. അമീഷ. ഓക്കെ ഫൈൻ. അപ്പം താങ്ക് യു ഈ ഒരു ടൈം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന്. താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് ട്ടാ. താങ്ക് യു.